പ്രസ്ഥാനത്തിന് പതാക എടുത്ത് മൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾ പരസ്പരം പറഞ്ഞു നാളെന്തായാലും തീർന്നു. അങ്ങനെ കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഇങ്ങനെയൊന്നും ഒരു ത്യാഗവും സഹിക്കാത്ത, ഇങ്ങനെ ഒരു മർദ്ദനവും ഏൽക്കാത്ത ആളുകളാണ് ഇത് പലയിടത്തു നിന്നിപ്പോൾ എത്തി നിൽക്കുന്നത്. അന്ന് എന്നെ അടിച്ച് അവശനാക്കി. ഞാൻ പിന്നീട് അറിഞ്ഞു കേട്ടതാണ്, എൻ്റെ ഓടയ്ക്ക് സൈഡിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ കിടക്കുന്നൊരു സ്ഥിതി വന്നു. അവിടെ നിന്നാണ് എന്നെ ആംബുലൻസിലേക്ക് അവിടെ ബോധമില്ല നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ കൊണ്ടുവന്നു. പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രൂരമായ മർദ്ദനമാണ്. അവിടെ മാത്രമല്ല, നിരവധി സമരങ്ങളിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പോൾ ആ സമരം കൂടുതൽ കാലം ആശുപത്രി വാസവും പിന്നീട് വന്നിട്ട് മറ്റ് ആയുർവേദ ചികിത്സയും എല്ലാം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രയാസങ്ങൾ ഇപ്പോഴും എനിക്കും അതുപോലെ തന്നെ മർദ്ദനം കിട്ടിയ ആളുകൾക്കുമെല്ലാം, നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന പല ആളുകൾക്കും, അതിൽ കൂടുതൽ ഗുരുതരമായി ഞങ്ങൾക്ക് 1-2-3 പേർക്കാണ്, ഓച്ചിൽ സുധീറിനെ പോലുള്ള ആളുകൾക്കാണ് കൂടുതൽ മർദ്ദനം അതിനകത്ത് ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ എന്നെ വണ്ടിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ എൻ്റെ പുറത്ത് വസ്ത്രങ്ങളെല്ലാം കീറി ഒരവസ്ഥയുണ്ടായിരുന്നു.